എല്ലാവർക്കും മധുരമൊഴിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ സ്വർഗോന്മുഖമായ ഒരു യാത്രയാണ് മധുരമൊഴി. നമ്മുടെ കുടുംബങ്ങളെല്ലാം വിശുദ്ധിയോടെ പൊട്ടിച്ചിരികളുള്ള, സങ്കീർത്തനങ്ങളുള്ള, പ്രാർത്ഥനകളുള്ള കുടുംബങ്ങളായി മാറുവാനുള്ള ഒരു എളിയ പരിശ്രമം. അതിന് നമ്മെ ഇന്ന് സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എന്നുള്ള പ്രിയപ്പെട്ട അനിലിയേട്ടനും ജിൻസിയേച്ചിയുമാണ്. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ അനിൽ, വൈഫ് ജിൻസി. ഞങ്ങൾ 5 മക്കളാണ്. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ എൽത്തിരുത്ത് എന്നുള്ളൊരു ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ ആന്ധ്രയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഒരു പ്രോജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ജിൻസി ഹൗസ് വൈഫാണ്. സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം എന്നുള്ള കൗൺസിലർ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഏട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തിടെ അമേരിക്കൻ ബിഷപ്പ് കോൺഫറൻസിൻ്റെ ഒരു ചെറിയൊരു പുസ്തകം വായിക്കാൻ, ചെറിയ ലീഫ്ലെറ്റ് വായിക്കാൻ വേണ്ടി ഇടയായി. സ്റ്റുവർഷിപ്പ് പ്രോഗ്രാം എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. അവിടെയുള്ള എല്ലാ ഇടവകളിലും അവരത് 10-15 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ്. തങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു ചെറിയ കാര്യം, ഇടവക കൂടുതൽ സജീവമാക്കാനുള്ള ഒരു ചെറിയ പരിശ്രമമാണത്. നന്നായിട്ട് പല ഇടവകളിലും അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അവർ ആധാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് നല്ല ശമറായൻ്റെ ഉപമ വെച്ചിട്ടാണ് അത് പറയുന്നത്. സമരക്കാരൻ പോയ സമയത്ത് അവനൊരു യാത്ര പോവുകയാണ്. യാത്ര പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് അവൻ്റെ യാത്ര അവൻ ബ്രേക്ക് ചെയ്ത് അവൻ്റെ സമയം അവിടെ കൊടുക്കുകയാണ്. ആ വഴിയിൽ കിടക്കുന്ന ആളെ രക്ഷിക്കാൻ വേണ്ടി, യഹൂദനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ സമയം അവൻ കൊടുത്തു. അവൻ പിന്നെ അത്രയും മുണ്ടക്കാട്ടാണ് മനുഷ്യനെ എടുത്ത് പൊക്കി അവൻ്റെ വാഹനത്തിൽ കയറ്റി അവിടെ വരെ കൊണ്ടുപോയി. അവൻ്റെ ആരോഗ്യം, അതായത് അവൻ്റെ കഴിവ് അവനവിടെ കൊടുത്തു. 3 അവൻ തിരിച്ചു പോരുന്നതിന് മുമ്പായിട്ട് പറഞ്ഞത് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു, അധികം വരുമെങ്കിൽ ഞാൻ വീണ്ടും വരുമ്പോൾ തന്നോളാം. അവൻ്റെ സമ്പത്ത് അവനോട് ചെലവഴിക്കുന്നു. ടൈം, ടാലൻറ്റ് ആൻഡ് ട്രഷർ. നമ്മുടെ മധുരമൊഴിയിലെ ഇന്നത്തെ ചെറിയ സംസാര വിഷയം ഇത് തന്നെയാണ്. ദശാംശം കൊടുക്കുക, തൈത്തിങ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടാണ്. 10% കൊടുക്കുക. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യോഹന്നാൻ ആദ്യം പറഞ്ഞു പഠിപ്പിച്ചു, 2 ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. കർത്താവ് പറഞ്ഞു, നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ, ഉടുപ്പി ചോദിക്കുന്നെങ്കിൽ കുപ്പായം കൂടി കൊടുക്കുക. 1 കിലോമീറ്റർ പോകാൻ പറഞ്ഞാൽ 2 കിലോമീറ്റർ പോവുക. എല്ലാം അധികം കൊടുക്കാൻ കർത്താവ് പറഞ്ഞു. നമുക്കിന്ന് കൊടുക്കുന്നതിനെ പറ്റിയാണ്, മറ്റുള്ളവർക്ക് എങ്ങനെ ജനറസ് ആയിട്ട് കൊടുക്കാം, ഒരു സഹോദരൻ എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ മധുരമൊഴിയിലെ സംസാര വിഷയം. നമ്മൾ കൊടുക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ കൊടുക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുക മാതൃകയിലൂടെ. നമുക്ക് നമ്മുടെ ജോർജേട്ടൻ തന്നെ തുടങ്ങാം. ജോർജേട്ടാ, ഈ കൊടുക്കലിൻ്റെ നമ്മൾ ദശാംശം എന്നൊക്കെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക്, തൈത്തിങ്, അതാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ഇതിനെ ഒന്ന് പറഞ്ഞ് വിശദീകരിച്ച് തരാമോ? ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഞാനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നവീകരണത്തിലേക്കെല്ലാം വന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ ഈ ടൈത്തിങ്ങിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ കേൾക്കും. ഈ പ്രസംഗങ്ങളെല്ലാം കേട്ടിട്ട് ഞാൻ വന്ന് ശാന്തമായി ആലോചിച്ച് കണ്ടുപിടിക്കുന്ന കാര്യമാണ് അച്ഛനിപ്പോൾ പറഞ്ഞതുപോലെ ദശാംശമൊക്കെ പഴയ നിയമത്തിൻ്റെ കാര്യമാണ്. ഇപ്പം ദശാംശം കൊടുക്കാൻ പുതിയ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല ദശാംശം കൊടുക്കാനൊന്നും പറയുന്നേ ഇല്ല. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ദശാംശമില്ല. പിന്നെയോ പുതിയ നിയമത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കുള്ളത് മുഴുവനും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മുഴുവനും കൊടുക്കുന്നയാളാണ്. ഞാൻ മുഴുവനും കൊടുക്കുക. അത് കുഴപ്പമൊന്നുമില്ല. അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നടന്നയാളാണ് ഞാൻ. പക്ഷേ ഇടയ്ക്ക് എവിടെയോ ഒരിക്കൽ തമ്പുരാനോട് ചോദിച്ചു, ശരി മുഴുവനും കൊടുക്കുന്ന നീ ഈ കഴിഞ്ഞ 1 വർഷം എന്തേരെ കൊടുത്തു എന്നൊന്ന്, അല്ല വേണ്ട, കഴിഞ്ഞ 1 മാസം നീ എന്തേരെ കൊടുത്തു മറ്റുള്ളവർക്കായിരുന്നൊന്ന് കണക്ക് നോക്കി വെച്ച് നമുക്കൊന്ന് മുമ്പോട്ട് പോയാലോ? അസൽ ആ ഇരിപ്പിലാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ മുഴുവനും കൊടുക്കുന്ന ഞാൻ ഒന്നും കൊടുക്കാറില്ല. 10% 1% അങ്ങനെ ഒരു പ്രശ്നമേ വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പഴയ നിയമത്തിലാണ് ദശാംശം. അത് സംഗതി സത്യമാണ്. പക്ഷെ ഞാൻ പുതിയ നിയമത്തിനും മാത്രം വളർന്നോ? എന്തുകൊണ്ട് പഴയ നിയമത്തിൽ ദശാംശം ഒരു നിർബന്ധ ബുദ്ധിയോടെ വെച്ചു? പ്രാക്ടീസ് ചെയ്യുക, ജനത്തിന് അങ്ങനെ കൊടുത്ത് ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഞാനിപ്പോഴും പഴയ നിയമത്തിന് പാകമായ മനുഷ്യനായിട്ട് അവശേഷിക്കുന്ന അത്രയും കാലം ഞാൻ എന്നെ തന്നെ ഒന്ന് ബലം പ്രയോഗിക്കാൻ ഒരു കണക്കൊക്കെ വെച്ച് ഒരു ദശാംശമൊക്കെ ആയോ എന്നൊക്കെ ഒന്ന് നോക്കി, എന്ന് വെച്ചാൽ നമ്മളതിന് ടോപ്പ് ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ടല്ല. അത് 10% കഴിഞ്ഞു, ഇനി പരീക്ഷയില്ല എന്ന് പറയാനല്ല, 10% ആയില്ല ഇതുവരെ എന്ന് കണ്ടെത്താനും അതിന് മുകളിലേക്ക് എവിടം വരെ നമുക്ക് പോകാമോ, ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വരുത്തും. ആ വ്യത്യാസത്തിൻ്റെ ഒരു തുടക്കമാണ് വസൂലിപ്പോൾ ഞാൻ ആ തുടക്കത്തിൽ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് പറയാൻ പറ്റും അതിനൊരു സന്തോഷമുണ്ട്, അതിനൊരു കൊടുക്കുന്നതിന് ആനന്ദമുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ്. അപ്പം നമ്മളൊരു ദശാംശമൊന്നുമല്ല, നമ്മളൊരു വലിയ ആനന്ദത്തിന് ഉടമയാകുകയാണ്, നമ്മൾ നേടുകയാണ് ചെയ്യുന്നത്.
അതാണ് നമ്മളതിനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് എനിക്ക് തോന്നുന്നത്. ഇമ്മാനുവൽ ലെബനാസ് എന്ന് പറയുന്ന രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടങ്ങളിൽ ഇസ്രയേലിൽ ജീവിച്ചു പോയ ഒരു ജൂതനായ ഫിലോസഫറുണ്ട്. ഞാൻ ഫിലോസഫി കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏറ്റവും വിശുദ്ധനായ ഒരു എഴുത്തുകാരനാണ് ഇമ്മാനുവൽ ലെബനാസ്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി പ്രകാരമാണ്, നിൻ്റെ മുമ്പിൽ ഒരുവൻ വന്ന് നിൽക്കുമ്പോൾ നീ അവന് കൊടുക്കുന്നതിൻ്റെ ഔദാര്യമല്ല, അതിൻ്റെ കടമയാണ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഗീവ് യു. അതാണ് പുള്ളി പറയുന്നത്. അതായത് എൻ്റെ കയ്യിൽ തമ്പുരാനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയുള്ളതാണുള്ളത്. ഈ കൊടുക്കലിൻ്റെ അല്ലെങ്കിൽ പങ്കുവെക്കലിൻ്റെ സുവിശേഷം നമ്മുടെ കുടുംബങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം പടുതുയർത്താനായിട്ടുള്ള ഒരു കടമയാണ് നമ്മുടെ. അതിൽ എല്ലാ വ്യക്തികളും ഏറ്റവും മാക്സിമം സ്പെൻഡ് ചെയ്യുക, ഏറ്റവും മാക്സിമം അതിൽ പാർട്ടാവുക. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഏറ്റവും ആദ്യം ഒരു ജോലി കിട്ടിയ ആദ്യത്തെ ഒരു സാലറി ആ കിട്ടിയ ഒരു സമയത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് എന്തെങ്കിലും സ്വീറ്റ്സോ എന്തെങ്കിലും മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. അത് നേരെ ഞാൻ ചെല്ലുന്നത് ഒരു പ്രോഗ്രാം നടന്ന് അവസാനിക്കുന്ന ആ ഒരു ദിവസത്തിലാണ്, ഈ ഒരു സാലറി കിട്ടുന്ന ദിവസവും. സുവിശേഷ പ്രഘോഷണ ദൗത്യമല്ലായിരുന്നു? അതെ, ഒരു ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാം നടക്കുന്ന അതിൻ്റെ അവസാനത്തെ ദിവസം എനിക്കൊന്ന് ഓഫീസിൽ പോയിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ പൈസയും കൊണ്ടിട്ടാണ് ഞാൻ വരുന്നത്. വരുമ്പോൾ ആ പ്രോഗ്രാം അവസാനിക്കുന്ന സമയത്ത് ഞങ്ങൾ കണക്ക് നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് എത്രമാത്രം സാലറി കിട്ടിയോ അത്രമാത്രം ഷോർട്ടേജ് അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ദിസ് ഇസ് പാർട്ട് ഓഫ് ദ കിങ്ഡം. ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിലുള്ളതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വെച്ചു, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് കടം പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ആ ഒരു ബിൽഡിംഗ് ഓഫ് കിങ്ഡം എന്നുള്ളൊരു ചിന്ത വരുന്നതോട് കൂടിയിട്ട് ഒരിക്കലും ഒരു ശതമാനം നോക്കാതെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തരുന്നു, അതെ, ഞാൻ എൻ്റെ അപ്പൻ്റെ മക്കളുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ചിന്ത, ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു 10-20-22 വർഷത്തോളമായിട്ട് ഒരിക്കൽ പോലും നമുക്ക് കൊടുക്കുന്ന ആ ഒരു ഭാഗത്തുനിന്ന് ബ്ലോക്ക് വന്നിട്ടില്ല. ആ ഒരു ബ്ലോക്ക് വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു തമ്പുരാൻ തരുന്ന കാര്യത്തിലും ഒരിക്കലും ബ്ലോക്ക് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് വളരെ മനോഹരമായിട്ട്. ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞ ഒരു പ്രോജക്ട് മാനേജറായിട്ടൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും എനിക്ക് ചിന്തിക്കാവുന്നതിന് ഒരു അപ്പുറമായിട്ടുള്ള ഒരു ജോലിയാണ്. ആ ഒരു ലെവലിലേക്ക് തമ്പുരാൻ എന്നെ കൈപിടിച്ച് ഉയർത്തി. അപ്പം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു കടമയായിട്ടോ മറ്റോ കാണുന്നതിന് അപ്പുറമായിട്ട് നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്യുമ്പോൾ അത് കർത്താവ് നമുക്ക് അതിൽ 10 മടങ്ങായിട്ട് നമുക്കും തിരിച്ചു തരുന്ന ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് കാണുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ ഇംപ്ലാന്റ് ചെയ്യാറുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഞാനിങ്ങനെ വീട്ടിൽ പണ്ടുണ്ടായ ഒരു തമാശ ഓർക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൊച്ചൊക്കെ വളരെ കുഞ്ഞായ സമയത്ത് പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവൾക്ക് 10 രൂപ വേണം, 2-3 10 രൂപ നോട്ടുകൾ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വല്യപ്പൻ ചേച്ചിയുടെ അമ്മായിച്ചൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവളെ കൊണ്ട് കുഞ്ഞിലൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അവൾ കണ്ടിട്ടുണ്ട് എല്ലാ നേർച്ചപ്പെട്ടിലും കൊണ്ട് 10 രൂപ അല്ലെങ്കിൽ നോട്ട് എടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവക്ക് പള്ളിയിൽ പോകണമെങ്കിൽ എല്ലാ വിഷയത്തിൻ്റെ മുമ്പിൽ വെക്കാനുള്ള 10 രൂപ നോട്ട് കൊടുത്താലേ പള്ളിയിൽ പോകത്തുള്ളൂ. കാരണം ഇതൊന്നും അവസാനം പിന്നെ നേർച്ചപ്പെട്ടി വേണം നിർബന്ധമൊന്നുമില്ല, ഒരു രൂപം കണ്ടാൽ മതി, 10 രൂപ വെച്ചേ പറ്റൂ. അതുകൊണ്ട് അവൾ ആദ്യം പോയി അപ്പൻ്റെ പോക്കറ്റിൽ കൈയിട്ട് അവിടെ കൊണ്ട് 10 രൂപ വെച്ചിട്ട് പോകത്തുള്ളൂ. അതുപോലെ എന്തെങ്കിലും നിങ്ങളിങ്ങനെ കുഞ്ഞുങ്ങളിൽ ഈ ഒരു ശീലം വളർത്താനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ ശീലം തന്നെ വളർത്തിക്കൊണ്ട് വരണമല്ലോ. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഞാനൊരു ഏണിംഗ് മെമ്പറാണ്, അപ്പം ഞാൻ മാത്രമാണ് ഒരു ഡിസിഷൻ എടുക്കുന്നതല്ല. ഞങ്ങൾ ഭാര്യ ഒരു തീരുമാനമെടുക്കുന്നതിൽ പാർട്ടാണ്. അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് ഡിസിഷനാണ്. ആ ഒരു സംഭവം ഞങ്ങൾ മക്കളോടും ഷെയർ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഇന്ന കാര്യത്തിന് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ കൺവേ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ലൈക്ക് അവർക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളോ കാര്യങ്ങളോ അതൊക്കെ അവർ കളക്ട് ചെയ്ത് വെച്ച് അവരൊരു കുടുക്കയുണ്ടാവും. ആ കുടുക്കയിലെല്ലാം ഇട്ട് വെച്ച് ഞങ്ങൾ പള്ളിയിൽ ആദ്യം പോകുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. ആ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്ന സമയത്ത് അവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ബർത്ത്ഡേ വരുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒരു ഷർട്ടോ സ്വീറ്റ്സ് തികയാത്ത ഞങ്ങൾ ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു സന്തോഷമാണ് കൊടുക്കുന്നത്. അങ്ങനെ അവർ ഒത്തിരി പല പ്രാവശ്യം അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ്സ് ആയാലും ഇവർ ആവശ്യമുള്ളത് ഇവർക്ക് 1-2 അവർ ആർത്തിയോടെ കഴിക്കും. പിന്നെ ഉള്ളതൊക്കെ ആണെങ്കിൽ അവർ പറയും നമുക്ക് അവിടെ പോകുമ്പോൾ അമ്മച്ചിമാർക്ക് അതെ അത് അവർക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, അത് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയൊരു പാക്കറ്റ് നമുക്ക് ബർത്ത്ഡേക്ക് അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ മാറ്റി വയ്ക്കുന്നൊക്കെ കാണാറുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നമ്മുടെ ഏഞ്ചൽസ് ആർമിയിൽ തന്നെ ഉണ്ടായ ഒത്തിരി നാൾ ശുശ്രൂഷ ചെയ്തിരുന്നു. ഇപ്പോൾ വിദേശത്തേക്ക് മാറി താമസിക്കുന്ന ഒരു ചേച്ചി ചേച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കാണാം. അത്രയും വികാരപ്രദമായിട്ട് പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ചേച്ചിയുടെ മകൻ ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയ പയ്യനാണ്. അപ്പോൾ
അവനിങ്ങനെ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അധികം അറിയത്തില്ല. കാരണം അവൻ ഇച്ചിരി സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അവൻ പുറത്ത് പോയിട്ട് ഇവനെ ഒത്തിരി സഹായിക്കുന്നതിന് ഇവന് അങ്ങനത്തെ ടെൻഡൻസി ഉണ്ടെന്നറിയാം. വീട്ടുകാർ അതുപോലെ കൊടുത്ത് ശീലിച്ച മക്കൾ കണ്ടു വളർന്ന വീടാണ്. അപ്പോൾ ആൻറ്റി പറയുകയാണ്, ഒരു ദിവസം ഇങ്ങനെ മാസാവസാനം അവർക്ക് വിദേശത്തായതുകൊണ്ട് അവർക്ക് ഈ ടാക്സിൻ്റെ ഒക്കെ ഡോക്യുമെൻറ്റ്സ് വരും. ഇതെല്ലാം കൃത്യമായിട്ട് എൻറോൾ ചെയ്യണം. അപ്പോഴത്തേക്ക് ഓരോ സ്ഥലത്തു നിന്ന് ഇവൻ അയച്ചു കൊടുത്ത പൈസയുടെ ഈ ബില്ലുകളൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ഇവർ അറിയുന്നത് മകൻ ഇത്രമാത്രം കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. കാരണം അവൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന് കിട്ടുന്ന പോക്കറ്റ് മണി അല്ലെങ്കിൽ ചെറിയ ജോലി, വളരെ തുച്ഛമായ ശമ്പളമൊക്കെ അവന് കിട്ടുന്നുള്ളതാണ് പഠിക്കുന്ന സമയത്ത്. അതെല്ലാം അവൻ കൃത്യമായിട്ട് ഓരോരുത്തർക്ക് ആവശ്യക്കാർക്ക് അയച്ചു കൊടുത്ത് ഇവർ പറയാണ്, എൻ്റെ അച്ഛാ ഇതിൽ കൂടുതലൊക്കെ ഒരു അമ്മയ്ക്ക് എന്നെ സന്തോഷിക്കാനുള്ളത്. എനിക്ക് ഉറപ്പാണ് എൻ്റെ മോൻ ഒന്നുമില്ലെങ്കിലും അവസാന ദിവസം ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളിൽ അവൻ ഉറപ്പായിട്ട് പാസ് മാർക്ക് കിട്ടുമെന്ന്. കാരണം കർത്താവ് അവസാനം ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ, കൊടുത്തോ പങ്കുവെച്ചോ എന്നൊക്കെ തന്നെയാണല്ലോ ചോദിക്കാൻ പോകുന്നത്. ജോർജേട്ടൻ ഇതുപോലെയുള്ള കുടുംബങ്ങളുടെ മനോഹരമായ അനുഭവങ്ങൾ ജോർജേട്ടൻ പങ്കുവെക്കാനുണ്ടോ? ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം എൻ്റെ മക്കൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാവുന്ന ചില സബ്ജക്റ്റുകളുണ്ട്, അല്ലെ അവർ എക്സ്പേർട്സ് ആയിട്ടുള്ള ചില സബ്ജക്റ്റ് ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. അത് മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെ മറ്റൊരു ട്യൂഷൻ എന്ന പോലെയോ അല്ലെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിലും അത് പങ്കുവെച്ച് കൊടുക്കുക. അപ്പോൾ അത് എനിക്കൊന്ന് ടാലൻറ്റ് പങ്കുവെച്ച് കൊടുക്കുക. അവർ പണം സമ്പാദിക്കുകയല്ല, പക്ഷേ ടാലൻറ്റ്. പലപ്പോഴും ഈ ദശാംശം എന്നൊക്കെ നമ്മൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഭയങ്കര നിശിതമായ വിമർശനങ്ങൾക്കും കുറേ തെറ്റിദ്ധാരണകൾക്കൊക്കെ കാര്യമായ കാര്യം തന്നെ. കാരണം പെട്ടെന്ന് പറയും പള്ളിക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ്, അച്ഛന് പൈസ കിട്ടാൻ വേണ്ടിയാണ് ദശാംശം. പ്രധാനപ്പെട്ട പൈസയുടെ കാര്യം ഏറ്റവും അവസാനം ശരിക്കും വരണ്ടേ. ആദ്യം സമയവും കഴിവും പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കപ്പെടുന്ന കാര്യമാണ് പണത്തിൻ്റെ കാര്യം. എൻ്റെ പള്ളിയിൽ ഒരു അമ്മച്ചിയുണ്ട്, ഞാനിപ്പോൾ കൊച്ചനായിരിക്കുന്ന പള്ളിയിൽ അമ്മച്ചിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഞായറാഴ്ച കുർബാനകൾക്ക് ചെയ്യുന്നൊരു കാര്യം, പള്ളിയിലെ കൊയർ പാടാൻ പോകുന്ന പാട്ടുകളെല്ലാം തന്നെ പ്രൊജക്ടറിൽ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മച്ചി തിങ്കൾ ടു വെള്ളി വളരെ ടൈറ്റായിട്ട് ഷെഡ്യൂളുള്ള ഒരാളാണ്. ഒരു ഗവൺമെൻറ് ഓഫീസ് വർക്ക് ചെയ്യുന്നതാണ്. രാവിലെ ഏകദേശം 5-6 മണിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം 6 മണിക്കൊക്കെ ചേച്ചി തിരിച്ച് വരുന്നത് ഞാൻ കാണാറില്ല. പക്ഷേ ശനിയാഴ്ച അവർ ഓൾമോസ്റ്റ് മുഴുവൻ തന്നെ പള്ളിയിലുണ്ട്. അവരിന്ന് എല്ലാ കൊയറുകാരെയും 5-6 കൊയറുണ്ട്, ഈ പല കൊയറാണ് ഓരോ സമയത്ത് പള്ളി കുർബാനയ്ക്ക് പാട്ട് പാടുന്നത്. എല്ലാ കൊയറുകാരെയും വിളിച്ച് അവരുടെ പാട്ടുകളെല്ലാം ടൈപ്പ് ചെയ്ത് സൈഡിലാക്കുന്നു, സെറ്റ് ചെയ്യുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഞായറാഴ്ച പള്ളിയിലുള്ള 6 കുർബാനയ്ക്കും അമ്മച്ചി തന്നെ ഇരുന്ന്, ഒരു ഗവൺമെൻറ് ദിവസമാണ്, അമ്മച്ചി തന്നെ ഇരുന്ന് പ്രൊജക്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മച്ചി പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ല, തമാശ ചോദിച്ചാൽ വീട്ടിൽ വേറെ പണിയൊന്നുമില്ല, ചോദിക്കാൻ പറഞ്ഞ ആളൊന്നുമില്ലേ? പറഞ്ഞു, എൻ്റെ അച്ഛാ ഇതാണ് എനിക്ക് കർത്താവിന് കൊടുക്കാനുള്ളത്. സാമ്പത്തികമായിട്ട് ഞാൻ കൊടുക്കുന്നതിനേക്കാളും വലിയ കാര്യമാണ് ഞാൻ കരുതുന്നത് എൻ്റെ സമയം കർത്താവിന് കൊടുക്കുന്നു. അതിലൂടെ ഈ സമൂഹം മുഴുവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവരെല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കാനും പാട്ട് പാടാനൊക്കെ സഹായപ്പെടുന്നില്ല അച്ഛാന്ന്. അപ്പോൾ നിങ്ങളങ്ങനെ കുഞ്ഞുങ്ങൾക്ക് സമയം ഈ ഒരു പങ്കുവെച്ച് കൊടുക്കുന്നതിൻ്റെ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിൽ കൂടുതലായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, പല മിനിസ്ട്രി മീറ്റിങ്ങുകളാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും ഞങ്ങളുടെ വീട് ഓപ്പൺ ആണ്, ഓപ്പൺ ടു ഓൾ എന്നുള്ള ലെവലിലാണ്. പല മിനിസ്ട്രി മീറ്റിങ്ങുകളും ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവും. ചെന്നൈയിലായിരിക്കുമ്പോൾ ഫാമിലീസ് ഒത്തിരി കുറവായ കാരണം പല ആദ്യകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ടീമായിട്ട് വീട്ടിലേക്ക് വരും. ആ ടീമായിട്ട് പലപ്പോഴും ഇരിക്കുന്നത് രാത്രി 12 മണി വരെയും 1 മണി വരെ ഇരുന്ന ഒരു ടീം ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവിടെ. തീർച്ചയായിട്ടും അതിന് മിനിസ്ട്രി വർക്കുകൾ തന്നെയാണ് നടക്കുന്നത്. ഒരു ഇവാഞ്ചലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവും. ആ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മളുടെ ടൈം നല്ലൊരു ശതമാനം പോകുന്നതും അവർ സ്പെൻഡ് ചെയ്യുന്നതും അത് മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഇന്ന സമയത്തിന് നമ്മൾ ഈ സമയം ഇതിനു വേണ്ടി ചെലവാക്കുന്നു നമ്മൾ ഒരു പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റെ വീട് മാത്രമല്ല, ഓപ്പൺ ഫോർ ദ കിങ്ഡം, ആ ഒരു മെസ്സേജ് അവർക്ക് ഓൾറെഡി കൺവേ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പല ടീം മീറ്റിങ്ങുകളോ ടീംസ് മിനിസ്ട്രിയുടെ അങ്ങനത്തെ എല്ലാ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവരും അതുപോലെ തന്നെ ഒരുമിച്ച് വരാനായിട്ടുള്ള ഒരു സാധ്യതകൾ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അവർക്ക് എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സമയം മാത്രമല്ല, ഇപ്പോൾ ഒരു ടീം വരുമ്പോൾ ഞാനായിരിക്കാം ചിലപ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്നെങ്കിൽ ഭാര്യയും മക്കളും ഒക്കെ അവരുടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനും ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു ഈ ചോദ്യം. ഇപ്പോൾ ഇത്രയും പേരൊക്കെ പലരൊക്കെ വീട്ടിൽ 4 പേരുണ്ടെ തന്നെ കഷ്ടപ്പാടല്ലോ നമുക്ക് ഫുഡൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി പേരൊക്കെ വന്ന ഒരു വീട്ടിൽ ആഘോഷമായിട്ട് അങ്ങ് ടെൻറ്റ് കിട്ടിയെങ്കിൽ നമ്മൾ കൂടാരം കിട്ടിയെങ്കിൽ താമസിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രൈവസി, നിങ്ങളുടെ മക്കൾക്കുള്ള കൊടുക്കേണ്ട ഷെയർ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പിള്ളേരൊക്കെ വരുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് പരിചയമായി. അങ്ങനെയല്ല, അത് നമ്മൾ റെഡിയാണ്, വന്നാലും നമ്മൾ എന്തെങ്കിലും അവർക്ക് റെഡിയാക്കി കൊടുക്കും. അപ്പം മക്കളായാലും പെട്ടെന്ന് എന്ത് ചെയ്യണം അമ്മ വേഗം അവരും സഹായിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കറിക്ക് റെഡിയാക്കുകയാണെങ്കിൽ അപ്പോൾ അവർ ഉള്ളി അരിഞ്ഞു അല്ലെങ്കിൽ അതിന് വേണ്ടി അവർ വേഗം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവരും അതിനകത്ത് ഇൻവോൾവ് ആണ്.
അങ്ങനെ എല്ലാ രീതിയിലും മക്കളോടൊപ്പം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർ വേറെ നമ്മൾ വേറെ അങ്ങനെയൊന്നുമില്ല. ഒരു കുടുംബം അതെ, മുഴുവനായിട്ട് എല്ലാവരും ആ കൂടി സമയം ആവുമ്പോൾ കർത്താവിന് കൊടുക്കുന്നതിന്റെ എനിക്ക് തോന്നുന്നു അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് ഓർക്കുകയാണ്, ഒന്നും നമുക്ക് നിസ്സാരം തള്ളാൻ പറ്റില്ല എന്ന് ഞാൻ ഓർക്കുക. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്കാറുണ്ട്, മക്കളോട് നിങ്ങൾ ആ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം. വൃത്തിയാക്കിയിടാം എന്ന് വെച്ചാൽ ഉടനെ നടക്കുകയെന്ന് ചുരുക്കം. അവർ ചെയ്യലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു എമർജൻസി ഇല്ല, നമ്മളെ പറഞ്ഞ ഉടനെ പോയി ചെയ്യാതെ ചെയ്യാം, അവർ ചെയ്തോളും. ഞാൻ പിന്നെ അങ്ങനെ വായിച്ചു. പക്ഷേ ഇന്നിപ്പം ഇന്ന ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഡിസ്കഷനുണ്ട്, ഇന്ന പ്രയർ ഗ്രൂപ്പിലെ ആൾക്കാർ 4 പേര് വരുന്നുണ്ട്. അയ്യോ വരുന്നുണ്ടോ, അവർ പെട്ടെന്ന് പോയി അവിടെ ഇതങ്ങ് ആക്കുക. അപ്പം ഞാൻ ഓർക്കരുത്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ഇമ്പാക്റ്റാണ് ഒരു സംഭവം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ഒരിക്കലും അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അവർക്കറിയാം. അതൊരു പ്രധാനപ്പെട്ട ചിന്ത വരുന്നുണ്ട്. ഇത് എങ്ങനെ അവരിൽ വന്നു എന്ന് ചോദിച്ചാൽ കൃത്യം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷേ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിയുമ്പോൾ ഈ വീട് തൂത്തുവാരിയിടുക എന്നുള്ളത് പ്രധാനപ്പെട്ട വലിയ കാര്യമല്ല. പക്ഷേ അതൊന്ന് ഭംഗിയാക്കുന്നത് കർത്താവിന് വേണ്ടിയാകുമ്പോൾ അത് വ്യത്യസ്തമാകുന്ന അവരുടെ ജീവിതത്തെ അത് ബാധിക്കുന്നു തന്നെ എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല പരിചയമുള്ള ഒരു അപ്പൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒത്തിരി സുവിശേഷപരമായി ജീവിക്കുന്ന ഒത്തിരി എല്ലാം കൊടുത്ത് ശീലിച്ച നല്ലൊരു അപ്പനാണ്. ഇത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു മകൾക്ക് ഇച്ചിരി വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം ഈ അപ്പനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പനും മോളും കൂടി ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരികയാണ്. നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി വന്ന വഴി പെട്ടെന്നൊരു ചാറ്റം മഴയും ഇതൊക്കെ ചെയ്ത് ആകെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് റഷായി. പുറത്ത് സാധനം മേടിച്ചിരുന്ന ഒരു നല്ല പ്രായമുള്ള സാധാരണക്കാരിയായ സ്ത്രീ കയ്യിൽ രണ്ട് കയ്യിലും നിറച്ച് പച്ചക്കറികളും മുട്ടയൊക്കെ ആയിട്ട് വരികയാണ്. പെട്ടെന്ന് അങ്ങ് സ്വല്പം മുമ്പോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ആൻറ്റി ആ പ്രായമുള്ള അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു സഞ്ചിയുടെ കയറങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ടൊമാറ്റോയും അതും ഇതൊക്കെ അങ്ങ് റോഡിലേക്ക് അങ്ങ് മെന്തി. ഈ അപ്പച്ച പറയാണ്, ഞാനിത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കും. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മകള് കയ്യിൽ നിന്ന് കുട പോലും വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്. ഓടി ചെന്നിട്ട് ഇവളുടെ കയ്യിലിരുന്ന സഞ്ചിയിൽ ഈ അമ്മാമ്മയുടെ സാധനം എല്ലാം വാരി ഇട്ടിട്ട് മറ്റേ സഞ്ചി കൂടി കയറി പിടിച്ചു. അങ്ങനെ ആധികാരികമായിട്ടാണ്. അപ്പം പറയാണ്, ഇതൊക്കെ പിടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ അമ്മാമ്മ വിചാരിക്കും ഇതെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പോകുന്നതാണ്. ഇതെല്ലാം കൂടി പിടിച്ച് 2 കയ്യിലും ഇനി എവിടെ കൊണ്ടാക്കണ്ട, വണ്ടിയുണ്ട് എവിടെ കൊണ്ടാക്കണ്ടേ. അപ്പം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം. അപ്പം പറയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നുള്ള വലിയ പരാതിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റു പിള്ളേരൊക്കെ പോലെ കനത്ത പ്രാർത്ഥനയോ വലിയ ഭക്തിയൊന്നും ഇരുന്നു. എന്നാലും എൻ്റെ കുഞ്ഞിന് ഇത്രയും വലിയ കൃപയൊക്കെ തമ്പുരാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത്തയുടെ വഴി നിന്ന് ആ ചാറ്റമഴത്ത് കരഞ്ഞു പോയെന്ന്. അതായത് കുഞ്ഞുങ്ങൾ ഈ അപ്പനും അമ്മയൊക്കെ കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അവർ കിട്ടുന്നില്ലെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ഹൃദയത്തിൽ കൃത്യമായിട്ട് മാതൃകാപരമായ പെരുമാറ്റങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇംപ്ലാന്റ് ചെയ്ത് വരുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ കുടുംബത്തിലെ മനോഹരമായ മക്കളുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കാനുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഒരു കാര്യം ജോർജ് ചേട്ടനൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം ചിന്തിക്കുകയായിരുന്നു. മാതാപിതാക്കൾ പറഞ്ഞ ഒരു സംഭവമുണ്ട്, കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല പങ്ക് കർത്താവിന് കൊടുക്കുക എന്നുള്ളൊരിത്. അപ്പോൾ ഈ ദശാംശം പൈസയായിട്ട് കൊടുക്കുകയാണെങ്കിലും സമയമായിട്ട് കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഏറ്റവും നല്ല ഭാഗം പൈസയായിട്ട് കൊടുക്കുക, ദശാംശം കൊടുക്കുക, അല്ലെങ്കിൽ കർത്താവിന് മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ സാലറി കിട്ടുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഭാഗം മാറ്റി വയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ സമയം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമായിരിക്കും, നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സമയമായിരിക്കും. ഈ ഒരു സമയം മുഴുവനും ആ ഒരു സമയത്തിലേക്കായിരിക്കും ഇവർ ഈ ഒരു മിനിസ്ട്രിയുടെ വർക്കുകൾക്കോ കാര്യങ്ങളിലേക്കോ കയറി വരുന്നത്. ആ ഒരു സമയം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. ഈ ഒരു സംഭവം കാണുന്ന മക്കൾ ഒരിക്കലും അതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു പ്രസ്ഥാനമില്ല. അതിനോട് കൂടി ഇടപഴകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ മോളിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ എക്സാം എഴുതാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ ക്വയർ ടീമിലുണ്ട്. അവൾ ഒരിക്കലും അതൊരു നോ പറഞ്ഞിട്ടില്ല. ബാക്കി അവരുടെ ടീമിലുള്ള 10ാം ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ മെല്ലെ മാറിയപ്പോഴും ഇവളതിന്റെ അതെ തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തിൽ ഇവള് ആക്റ്റീവാണ്. അതുപോലെ തന്നെ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. പ്രയർ ഗ്രൂപ്പിലും അവള് വളരെ ആക്റ്റീവാണ്. ഇപ്പോഴും പലപ്പോഴും ക്ലാസ് ടൈം അവൾക്ക് വീട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. ആ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ഈ ഒരു പ്രയർ ഗ്രൂപ്പിന് പോകുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവള് പഠിക്കാൻ ഇരിക്കുന്നുള്ളൂ. ആ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അവളുടെ പഠനവും കർത്താവും ഏറ്റവും മനോഹരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അവൾ അതിൽ വളരെ കൺവിൻസ്ഡ് ആണ്. അതിനനുസരിച്ച് തന്നെ അവൾ സമയം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമയത്തെ പറ്റി തന്നെ പറഞ്ഞത് വിചാരിക്കുകയാണ്. ശരിക്കും നമ്മൾ 10% എന്നൊക്കെ ഒരു പൈസയുടെ കാര്യം പറയാറുണ്ടല്ലോ. നിനക്ക് 1000 രൂപ കിട്ടുവാണെങ്കിൽ 100 രൂപ ശതമാനമായിട്ട് മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞ് സമയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ.
നമുക്ക് തമ്പുരാൻ ഈ 10% എങ്കിലും, പഴയ നിയമത്തിലാണെന്നൊക്കെ ഓക്കെ, 10% എങ്കിലും കൊടുക്കണമെങ്കിൽ ഒരു ദിവസം നമ്മൾ എത്ര ശതമാനം കർത്താവിന് കൊടുക്കണം? 24 മണിക്കൂറിന് 10%, 2.4, ഏകദേശം 2.5 മണിക്കൂർ എടുത്ത് നമ്മൾ കർത്താവിന് വേണ്ടി തന്നെ ഇൻറ്റൻഷൻ ചിലവഴിക്കാൻ വിളിക്കപ്പെട്ടതാ. നമ്മൾ ആകെ കഷ്ടപ്പെട്ടാണ് ഈ അരമണിക്കൂർ നമ്മൾ കൊന്തയെല്ലാം വേണ്ടി തന്നെ അരമണിക്കൂർ മാറ്റി വെക്കുന്നത്. അത് തന്നെ ഷോർട്ടൻ ചെയ്ത് 15-20 മിനിറ്റിലേക്ക് പോകുന്നുണ്ട്. വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുള്ള, ഈ ലോകം ഏറ്റവും കൂടുതൽ ഓർക്കുന്ന പങ്കുവെപ്പിനെ പറ്റി ഓർക്കുമ്പോഴേ ആദ്യം ഓർക്കുന്ന പേര് മദർ തെരേസയുടെ. ഒരു സംശയമില്ല, കൊടുക്കുക എന്നൊരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ പഠിപ്പിച്ചത് മദർ തെരേസ. മദർ തെരേസ ജീവിതത്തിലെ രസകരമായ അനുഭവമുണ്ട്. അവൾ ചെറുപ്പത്തിലായിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം വിശന്ന് കഷ്ടപ്പെട്ട് സ്കൂളിൽ നിന്ന് വീട്ടിൽ നോക്കിയപ്പോൾ അമ്മേനെ കാണുന്നില്ല. ഇച്ചിരി ദേഷ്യമൊക്കെ വന്ന് പുറത്തേക്ക് ഇറങ്ങി, ആരോ പറഞ്ഞത് അപ്പുറത്തോട്ട് നടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ കുറച്ച് ദൂരം നടന്ന് ഒരു വീടിന് സൈഡിൽ എത്തിയപ്പോൾ അമ്മ ആ വീട്ടിലിരുന്ന് അവിടെയുള്ള ഒരാൾക്ക് വേണ്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ വീട്ടിൽ താമസിക്കുന്ന പ്രായമുള്ള അമ്മച്ചോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് അറിയില്ലായിരുന്നു. ഇവിടെ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ അമ്മ വീട്ടിൽ പോയി സ്ഥിരമായിട്ട് ആ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മച്ചി കുക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് അവളുടെ മദർ തെരേസ ജീവിതത്തിൽ പ്രകാരം പറയുന്നത്, വീട്ടിൽ തന്നെ മദർ തെരേസയുടെ വീടിൻ്റെ പുറകിൽ ചായ്പുണ്ട്. ആ ചായ്പിൽ അമ്മ ആ നാട്ടിലെ കുറേ പാവങ്ങളൊക്കെ എടുത്ത് താമസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടു വളർന്ന കൊച്ചു ഒരിക്കലും ഇങ്ങനെ ഒരു കൊടുക്കലിൻ്റെ അഗതികളുടെ അമ്മ ആയില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. ഒരു വലിയ കനത്തൊരു മാതൃക തന്നെ കൊടുത്താണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ചോദിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഈ ഒരു മാതൃകാപരമായ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചിട്ട് നോക്കുന്നതിനെ നമ്മളത് മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള ആദ്യമേ അവർ നോക്കി പഠിക്കാൻ പോകുന്ന പുസ്തകം. അവിടെ രക്ഷയില്ലെന്ന് വരുമ്പോഴാണ് അവർ പിന്നെ ഫിലിം സ്റ്റാറിൻ്റെ പുറകെയോ എനിക്ക് തോന്നുന്നു മറ്റ് ആളുകളുടെ പുറകെ അനുകരണ യോഗ്യമായ ഒന്നും തന്നെ വീട്ടിലില്ല എന്ന് തോന്നുമ്പോഴത്തേക്കായിരിക്കും. തന്നെ അതിനകത്തൊരു ചാലഞ്ചിങ്ങും ആയിരിക്കണം കേട്ടോ. അനുകരണം എന്ന് പറയുമ്പോൾ ഒരു രസകരമായ കാര്യം മാത്രമൊന്നുമല്ല. ഇപ്പോൾ തന്നെ ഞാൻ ഓർക്കുന്നു, ദൈവവിളി ക്യാമ്പിന് പങ്കെടുത്തിട്ട് വന്ന് ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അവരോട് പറഞ്ഞ്, ഞങ്ങൾക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, ടി വി ഒക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടി വന്ന് എന്നോട് ഇങ്ങനെ പറയാണ്, ടി വി ഒക്കെ കാണാൻ ഞാനെന്തിനാ മടത്തിപ്പോകുന്നു. അപ്പോൾ യുവത്വത്തിന് അല്ലെങ്കിൽ ടീനേജേഴ്സിന് അവർക്കൊരു ചാലഞ്ചിങ് ആയ ഒരു, ഇപ്പോൾ മദർ തെരേസ ഒരു ചാലഞ്ചാണ്, അല്ലെ ഫാദർ ഡാമിയൻ ഒരു ചലഞ്ചാണ്. അപ്പം ഇതുപോലെ നമുക്കൊരു ചലഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമ്മളൊന്ന് മാറ്റാമെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആ ഒരു നിലവാരത്തിലേക്ക് വരും. അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുടെ പുറകെ ആകാം പോകുന്നു. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ അവനതിൻ്റെ പുറകെ എന്നാ ചെയ്യാനാ, അവൻ ഭ്രാന്ത, അതിൻ്റെ ഭ്രാന്ത, ഇതിൻ്റെ ഭ്രാന്ത നമ്മൾ പറയേണ്ട കാര്യമില്ല. വാസ്തവത്തിൽ ഏതൊരു കുഞ്ഞും എടുത്ത് നോക്കിക്കോളൂ, ആൺകൊച്ചാണെങ്കിൽ അവൻ അപ്പനെ പോലെ ആകണമെന്നുള്ളതാണ് ചെറുപ്പത്തിലെ ഉള്ള പ്ലാൻ. അതുകൊണ്ടാണ് അപ്പനെ പോലെ മീശ വരയ്ക്കാൻ, അല്ലെ അപ്പനെ പോലെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ആ ചെറുപ്പം മുതലേ പിള്ളേർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മളെ സംബന്ധിച്ചും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പം നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കുന്നു അത്. ഇപ്പോൾ പ്രത്യേകിച്ച് സമയത്തിൻ്റെയൊക്കെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആ സമയം ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു അനാഥശാലയിൽ കാണാൻ പോകുക, അവരെയൊക്കെ ഇന്ന് കാണാൻ പോകും. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമല്ല നമ്മൾ. ഒരുപക്ഷെ നമുക്ക് അവിടെ പോയി മലമറിക്കാനൊന്നുമുള്ള, പക്ഷേ ജസ്റ്റ് നമ്മളവിടെ പോയി അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബന്ധുജനങ്ങളുടെ വീട്ടിൽ നമ്മൾ പോകാറുണ്ട്. എന്തിനാ പോകുന്നത് ചോദിച്ചാൽ, എന്തിനാ പോകുന്നത്, അത് ഞങ്ങളുടെ ഇന്നാരായതുകൊണ്ടാണ് പോകുന്നത്. അതല്ലാതെ അവർക്ക് എന്തെങ്കിലും ഇത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ഒന്നുമല്ല നമ്മൾ പോകുന്നത്, ബന്ധുക്കളായതുകൊണ്ട്. ഇതുപോലെ നമുക്കൊരു വിസിറ്റിന്, അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ചില പള്ളികളിലൊക്കെ നന്നായിട്ട് പാലിക്കുന്നുണ്ട്. ചില നല്ല വികാരിച്ചന്മാർ ഇത് മനോഹരമായിട്ട് ഈ ഒരു സംഭവം പറഞ്ഞു കൊടുത്തിട്ട് പള്ളിയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അവധി ദിവസങ്ങളൊക്കെ പിള്ളേർ വരുന്നത് എന്ത് രസമാണ് കാണാനായിട്ട്. ഇവർ സ്വന്തം വീട്ടിൽ വരുന്ന പോലെ ആഘോഷമായിട്ട് രാവിലെ മുതൽ പള്ളിയിലൊക്കെ വരിക. അമ്മച്ചിമാരൊക്കെ പകരം സമയം കിട്ടുമ്പോഴത്തേക്ക് പള്ളി അടിച്ച് വരാൻ, പള്ളി പരിസരം ക്ലീൻ ചെയ്യാനൊക്കെ, ഇതൊക്കെ എത്ര ചില വികാരിച്ചന്മാർ മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കും. ഈ സമയത്തിന് ദശാംശവും സമ്പത്ത് ഫോക്കസ് ചെയ്യുമ്പോഴാണല്ലോ എപ്പോഴും അടി വീഴുന്നത്. സമ്പത്തിനെ പറ്റി പിണ്ടുകയെ വേണ്ട, അവസാനം തന്നെത്താനെ സമയവും ആരോഗ്യം കൊടുക്കാൻ സമ്പത്ത് കൊടുത്തോളും. ജോർജേട്ടൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കായിരുന്നു. ഇന്നത്തെ തലമുറയുടെ ഒരു വലിയൊരു ഇതാണ്, നമ്മൾ ഒത്തിരി ടി വിക്കായിട്ടും അല്ലെങ്കിൽ മൊബൈലിനായിട്ടൊക്കെയാണ് ഒത്തിരി സമയം പിള്ളേരുടെ പോകുന്നത്. അത് നമുക്കൊന്ന് പിള്ളേരോട് പറഞ്ഞ് കുറച്ചൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണ്. വീട്ടിലങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അവരോട് പറഞ്ഞു കൊടുക്കും, അവർക്ക് ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ അവരോട് തന്നെ സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം അവരിൽ നിന്ന് നമുക്ക് കിട്ടും. ഗുണപരമായ കുറേ സമയം കിട്ടും. ഗുണപരമായിട്ടുള്ള കുറേ സമയം കിട്ടും. ഇത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഈ പല ആക്ടിവിറ്റീസിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഞങ്ങൾ ചെന്നൈയിലായിരിക്കുന്നത് പോലെ തന്നെ കുർബാന കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിൽക്കും. അപ്പോൾ അവിടെയുള്ള ഇൻമേറ്റ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കും. പ്രായ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് വലിയൊരു സമാധാനം, വലിയൊരു ആശ്വാസം ഇങ്ങനെ നമ്മൾ കേൾക്കുന്നതും
അവരോട് വർത്തമാനം പറയുന്നു, അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുന്നു, അതൊക്കെ പിള്ളേരും കാണുന്നുണ്ട്. അപ്പോൾ അവർക്കും നല്ല സന്തോഷമാണ്. അപ്പോൾ അവർക്ക് ഒരു വലിയ അപ്പച്ചനും അമ്മച്ചിമാരോടൊക്കെ വർത്തമാനം പറയുന്ന, അപ്പാപ്പന്മാരോടൊക്കെ വർത്തമാനം പറയുന്ന ആ ഒരു സ്നേഹവും സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഇൻമേറ്റ്സിനായാലും അവർ നമ്മുടെ കുറേ വിഷമങ്ങളൊക്കെ അവർ പറഞ്ഞു കഴിയുമ്പോൾ ആരും കാണാൻ വന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിയുമ്പോൾ അവരും കുറേ പറഞ്ഞു വന്നപ്പോഴേ എനിക്കറിയില്ല എവിടം വരെ ഇത് അത്ര പ്രസക്തമാണത്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കൂട്ടര ആൾക്കാരാണ് ഈ വൈദിക മന്ദിരങ്ങളിലെ ആളുകൾ, അച്ഛന്മാർ. ഞാൻ അക്കാര്യത്തിൽ ഞാനും എൻ്റെ പിഴ ഇടിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, വൈദിക മന്ദിരങ്ങൾ നമ്മൾ ബാക്കിയുള്ളിടത്തൊക്കെ പോകുമ്പോഴും ഇവരെ പോയി ഇപ്പം ഞാൻ പെട്ടെന്നൊരു ഇത് ഓർമ്മ വരുന്നത്, എൻ്റെ പഴയ ഒരു വികാരി അച്ഛന് ഒരു ചെറിയൊരു ഓപ്പറേഷനൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വൈദിക മന്ദിരത്തിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ വികാരി തന്നെയാണ് സ്റ്റിൽ, പക്ഷേ ഇവിടെ പകരക്കാരനെ ആക്കിയിട്ട് അച്ഛൻ അവിടെ ഇങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അച്ഛനെ കാണാൻ പോവുക, അച്ഛൻ ഓപ്പറേഷനായി കിടക്കുന്ന അച്ഛനെ കാണാൻ പോവുക. ഓക്കെ, നമ്മളങ്ങനെ വെറും കൈയോടെ പോകുമല്ലോ, എന്നതിൽ പറഞ്ഞു കയ്യിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ട് വേണമല്ലോ പോകാൻ. അപ്പം ഞാനങ്ങനെ തൂക്കിപ്പിച്ചിട്ട് പോവുക. അവിടെ ചെന്ന് എനിക്ക് ഇതിനകത്ത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്നും അറിയത്തില്ല. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഉദ്യോഗസ്ഥരും ഒന്നുമില്ല അത് നോക്കാനും ഒക്കെ. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ മണിയൊക്കെ അടിച്ച് ഇങ്ങനെ കയറിയൊക്കെ ചെന്നപ്പം അച്ഛന്മാരെല്ലാം ലുങ്കിയൊക്കെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അച്ഛനേതാ അച്ഛനല്ലാതെ ഒന്നും അറിയത്തില്ല. ഞാൻ ആകെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പം ഇങ്ങനെ ഒരാൾ ചോദിച്ചു. അപ്പോൾ ഒരച്ഛനായിരുന്നു. ഞാൻ ഉടനെ പെട്ടെന്ന് അച്ഛൻ്റെ പേര് പറഞ്ഞു, ഇന്നെ അച്ഛനെ കാണാൻ വന്നതാണ്. എന്നിട്ട് എൻ്റെ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് അങ്ങനെ നയിച്ചു. അവിടെ ചെല്ലുമ്പം എൻ്റെ വികാരിയച്ഛനോട് എന്നെ വഴി കാണിച്ചു തന്ന അച്ഛനാണെന്ന് അന്നേരം ഞാൻ മനസ്സിലാക്കി. അച്ഛൻ പറയാം, കയ്യിലൊരു സഞ്ചിയൊക്കെ ആയിട്ട് വരുന്ന കണ്ടപ്പോഴേ തന്നെ കാണാനാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതെങ്ങാണ്ടോ എനിക്ക് അതായത് ഇപ്പം ചാർജിലുള്ള വികാരി ആയതുകൊണ്ട് തന്നെ കാണാൻ വരുമ്പം അവർ തൂക്കിക്കൊണ്ട് വരുന്നു, നമ്മക്കാര് കൊണ്ടുവരാനാ എന്നൊരു ധ്വനി അതിനകത്ത് വളരെ ഭംഗിയായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വാക്കതിനകത്ത്. ഇതിനകത്ത് ഇപ്പോൾ അവരെന്ത് ചെയ്യാനാ? ഒരു കാലത്ത് അവർ വികാരി അച്ഛന്മാരായിട്ട് വിരാജിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരെയും കൂടെ ഒക്കെ നമുക്ക് ഈ പിള്ളേരെന്ന് അറിയട്ടെ ശരിക്കുള്ള ജീവിതം പുറത്തൊക്കെ ഉണ്ടെന്ന്, പങ്കുവെക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. ഒരിക്കലും മദർ തെരേസയുടെ അടുക്കൽ മദർ തെരേസ ഒരു ധനികനായ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് സഹായം ചോദിച്ചു. മദർ തെരേസ അങ്ങോട്ടേയും സഹായം ചോദിക്കൽ ചുരുക്കമാണ്. മദർ തെരേസ ചോദിച്ചു, എനിക്ക് കുറച്ച് പണം വേണം, സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പുള്ളി എത്ര വേണമെന്ന് ചോദിച്ചു. മദർ തെരേസ നല്ലൊരു തുക പറഞ്ഞു. പുള്ളി അന്നേരം തന്നെ എടുത്തു കൊടുത്തു. ഒന്ന് ആലോചിച്ചിട്ട് മദർ തെരേസ പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി പൈസ വേണം, വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വീണ്ടും ലക്ഷങ്ങളാണ് ചോദിക്കുന്നത്. വീണ്ടും പുള്ളി അടുത്ത ലക്ഷങ്ങൾ എടുത്തു കൊടുത്തു. ഒരു 5 മിനിറ്റ് മദർ തെരേസ ചോദിച്ചു, എനിക്ക് വേറൊരു സഹായം കൂടി ചെയ്യാനുണ്ട്. ആ പുള്ളിയുടെ മുഖം ഇച്ചിരി വള്ളാനൊക്കെ തുടങ്ങി. പുള്ളി കുറച്ചുകൂടി പൈസ എടുത്ത് കൊടുത്തു. മദർ തെരേസ വീണ്ടും ചോദിച്ചു, എനിക്ക് കുറച്ചുകൂടി പണം വേണം, 4ാമത്തെ തവണയാണേ. ആ പുള്ളി പറഞ്ഞു, മദർ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മദർ തെരേസ പറയാണ്, ഇപ്പോൾ ഉള്ള പണമാണ് എനിക്ക് അത്യാവശ്യം. ആദ്യം തന്നതൊക്കെ താങ്കളുടെ ധാരാളിത്തത്തിൽ താങ്കൾ എനിക്ക് തന്നതാണ്. ഗിവ് അണ്ടിൽ ഇറ്റ് പെയിൻസ്, അതാണ് മദർ തെരേസ പറഞ്ഞത്. ഗിവ് അണ്ടിൽ ഇറ്റ് പെയിൻസ്. നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ നിങ്ങളെനിക്ക് തരിക, വേദനിച്ചുകൊണ്ട് തരിക. അവിടെയാണ് ശരിക്കും പങ്കുവെപ്പ് വരുന്നത്. നമുക്ക് കുറച്ച് പൈസയുണ്ട്, കൊടുത്തേക്കാം. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വീട്ടിൽ കുറച്ച് എക്സ്ട്രാ സാധനം വന്നിട്ടുണ്ട് എന്നാൽ ആർക്കെങ്കിലും കൊടുത്തേക്കാം. അതല്ല, നിങ്ങൾ ഇല്ലായ്മയിൽ നിന്ന്, കർത്താവ് അതല്ലേ പറഞ്ഞത്. കർത്താവ് 10% വിട്ടിട്ട് അവസാനം വന്ന് പറയുകയാണ്, നിന്നിൽ നിന്ന് 1 ചോദിക്കുന്നതിന് 2 കൊടുക്ക്. കൂടെ നടക്കാം, 1 കിലോമീറ്റർ നടക്കാം, 2 കിലോമീറ്റർ നടന്നിട്ട് പോവാം. ഉടുപ്പ് ചെയ്യുന്നതിന് കുപ്പായ ഒരു കൊടുക്ക്. ഗിവ് അണ്ടിൽ ഇറ്റ് പെയിൻസ് യു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഇതൊന്ന് ആഴത്തിൽ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും മാതാപിതാക്കളൊന്നും വയസ്സാം കാലത്ത് ഒരിക്കലും വൃദ്ധസദനങ്ങളൊന്നും തപ്പിപ്പോകേണ്ടി വരത്തില്ലെന്ന് തോന്നുന്നു. കുഞ്ഞുനാളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളത് കൊടുക്കാൻ പഠിപ്പിക്കുക. അവരുടെ കരങ്ങളിലൂടെ തന്നെ മാതാപിതാക്കൾ അവരൊന്ന് കൊടുക്കാൻ പഠിപ്പിക്കുക. സമയമായിട്ടും ആരോഗ്യമായിട്ടും പണമായിട്ടൊക്കെ ഇതെല്ലാം തമ്പുരാൻ നമുക്ക് തന്നതാണെന്നും നല്ല അപ്പൻ്റെ മക്കളായ നമുക്ക് പരസ്പരം പങ്കുവെക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നും, ഉത്തരവാദിത്വം തന്നെയാണെന്നും, ഉത്തരവാദിത്വം സ്നേഹമുണ്ടെന്നൊക്കെ നമ്മുടെ പുതിയ തലമുറ പഠിക്കട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ മാതാപിതാക്കളെ ഇതൊരു നിങ്ങളുടെ കുടുംബത്തിൽ ചർച്ചയ്ക്ക് കാരണമാകട്ടെ. സമയവും ആരോഗ്യവും ധനവും തമ്പുരാൻ തന്നത് തമ്പുരാനെ തിരിച്ചു കൊടുക്കാൻ സഹോദരൻ കൊടുക്കുന്നതിന് കാരണമാകട്ടെ. ഈ രാത്രി നമുക്കൊന്നും ചേർന്ന് കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കാം, നല്ല തീരുമാനങ്ങൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗങ്ങളായിട്ടും അല്ലെങ്കിൽ വെറും ചിന്തകളായിട്ട് മാത്രം അവശേഷിക്കുക ചെയ്യും. നമ്മൾ ഒരിക്കലും ഇത് കേൾക്കുമ്പോൾ ഒയ്യോ എനിക്ക് ചെയ്ത് കളയാം, അങ്ങനെ വന്നാൽ ചെയ്യരുതിലേക്ക് എത്തൽ, പ്രാക്ടിക്കൽ സൈഡിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പരാജയമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി കുറച്ച് തീരുമാനങ്ങളുടെ രാത്രിയാവട്ടെ.
എൻ്റെ മക്കളൊക്കെ കൊടുത്തു പഠിക്കുന്ന, പങ്കുവെച്ച് പഠിക്കുന്ന, വേദനിച്ച് തന്നെ പങ്കുവെച്ച് പഠിക്കുന്ന, അവരുടെ പഠന സമയങ്ങളിലാണെങ്കിൽ പോലും അവരുടെ അറിവാണേലും കഴിവാണേലും തമ്പുരാൻ നൽകിയ ഓരോരോ കൃപകളാണേലും പങ്കുവെച്ച് പഠിക്കുന്ന മക്കളായിട്ട് വളരട്ടെ. സ്വാർത്ഥതയുടെ തലമുറ ഇല്ലാതായി പോകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ സ്വാർത്ഥതയുടെ തുരുത്തുകളാവാതെ വലിയ സത്രങ്ങളായി മാറട്ടെ. നല്ല സമറായൻ്റെ വീടുകളായി മാറട്ടെ. നമ്മുടെ ധനവും സമ്പത്തും കഴിവുമെല്ലാം പങ്കുവെക്കപ്പെടുന്ന, സ്വർഗീയ അപ്പൻ്റെ നാമത്തിൽ പങ്കുവെക്കപ്പെടുന്ന വിശുദ്ധരായ വെളിച്ചങ്ങളായി നമ്മൾ മാറട്ടെ. കുടുംബം ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഇതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒന്ന് തലകുമ്പിട്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത തവണ മധുരമൊഴി എത്തുന്നതിന് മുമ്പ് തന്നെ ഉറപ്പായിട്ട് നിങ്ങളുടെ കുടുംബം ഒരു ചെറിയ തീരുമാനങ്ങളെങ്കിലും എടുത്ത് പ്രാക്ടിക്കലാക്കുമെന്ന് ഉറപ്പായിട്ട് വിചാരിക്കുന്നു. ആമേൻ.